ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമായിട്ട് 50 വർഷം പൂർത്തിയായി. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഈ മഹാത്ഭുതം ഇന്നും ഏഷ്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയമായി നിലകൊള്ളുന്നു. സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴും വിപുലീകരണ പദ്ധതികൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി. കുറവൻ കുറത്തി മലകൾക്കിടയിൽ 1967 കാനഡയുടെ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതിക്ക് പിന്നിൽ ഊരാളി ഗോത്രത്തലവൻ കരുവെള്ളയാൻ കൊലുമ്പന്റെ സ്മരണകളുണ്ട്. ഷട്ടറുകളില്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന പെരുമയുള്ള ഇടുക്കിക്കൊപ്പം ചെറുതോണി കുളമാവ് അണക്കെട്ടുകളും ചേരുന്നതാണ് പദ്ധതി. നിലവിലുള്ള 780 മെഗാവാട്ടിനൊപ്പം 800 മെഗാവാട്ട് കൂടി അധികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള വിപുലീകരണ പദ്ധതികൾ വരും തലമുറയുടെ ഊർജ്ജ സ്വപ്നങ്ങൾക്ക് വെളിച്ചമേകും. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഇടുക്കി ആർച്ച് ഡാം പ്രതലത്തിൽ ലേസർ ഷോ പദ്ധതിക്ക് തുടക്കമായി. ലോകപ്രശസ്തമായ ആർച്ച് ഡാമിനെ കൂറ്റൻ സ്ക്രീനാക്കി മാറ്റി രാത്രികാലങ്ങളിൽ വിഷ്വൽ വിസ്മയം ഒരുക്കുന്നതാണ് ഈ വൻകിട പദ്ധതി. പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടതോടെ ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വിപ്ലവാത്മകമായ മാറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നത്. വിനോദത്തിനൊപ്പം ഡാമിന്റെ ചരിത്രവും പ്രാധാന്യവും സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ ഈ സംരംഭം സഹായിക്കും. ഇത് ജില്ലയിലെ ഹൈഡൽ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ സന്ദർശനം നടത്തി. വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ വിലയിരുത്തുന്നതിനായി എത്തിയ അദ്ദേഹം നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു. സന്ദർശനത്തിനിടെ വിവിധ കുടികളിലെ താമസക്കാരുമായി അദ്ദേഹം സംവദിക്കുകയും സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ദേവികുളം സബ് കളക്ടർ ആര്യ VM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കിയിലെ ഗോത്ര ഗ്രാമങ്ങളിൽ മന്നാൻ സമുദായത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ മന്നാൻ കുത്ത് അവതരണം ഭക്തി നിർഭരമായി. തിങ്കൾക്കാട് ആദിവാസിക്കുടിയിൽ കലാകൂട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കൂത്ത് അരങ്ങേറിയത്. കോവിലിന്റെയും കണ്ണകിയുടെയും കഥയെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന ഈ കലാരൂപം മന്നാൻ സമുദായത്തിന്റെ വിശേഷപ്പെട്ട ചടങ്ങാണ്. തെയ്യത്തിനും കഥകളിക്കും സമാനമായ ചടങ്ങുകളോടെ ആരംഭിക്കുന്ന കൂത്തിൽ പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടുന്നത്. ഇതിലെ കന്നിയാട്ടം എന്ന നൃത്തം കാണികളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന തുരങ്കങ്ങളിലൊന്നായ ഇടുക്കിയിലെ അഞ്ചുരുളി തുരങ്കം നിർമ്മിച്ചിട്ട് 45 വർഷം പിന്നിട്ടു. ഇരട്ടയാർ ഡാമിലെ വെള്ളം ഇടുക്കി അണക്കെട്ടിലെത്തിക്കാനായി നിർമ്മിച്ച 5.5 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. 1980 പൂർത്തിയാക്കിയ ഈ നിർമ്മിതി 22 തൊഴിലാളികളുടെ ജീവൻ ബലി നൽകിയാണ് യാഥാർത്ഥ്യമാക്കിയത്. ടണലിന്റെ ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തെ വെളിച്ചം നക്ഷത്രം പോലെ കാണാം എന്നതാണ് ഇവിടുത്തെ ആകർഷണം. കഴിഞ്ഞ ബജറ്റിൽ അഞ്ചുരുളി വികസനത്തിനായി ഫണ്ട് വകയിരുത്തിയത് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു. യുവതലമുറയുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി അക്ഷരം ആരോഗ്യം സമഗ്ര സ്കൂൾ ആരോഗ്യ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ആരോഗ്യവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്കൂളിൽ നടന്നു. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡ് നൽകുന്നതാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. എല്ലാ സ്കൂളുകളിലും ഹെൽത്ത് അസംബ്ലിയും ഹെൽത്ത് കോർണറും സജ്ജീകരിക്കും. അധ്യാപകർക്ക് ഹെൽത്ത് മെന്റർമാരായി പരിശീലനം നൽകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സാധിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.